എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. ഡൽഹിയിലോട്ടാണ് യാത്ര. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിയെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ കോട്ടയത്തിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ കോട്ടയത്തിൽ നിന്നുമുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. സമയം ഏകദേശം 4:25 ഞാനിപ്പോൾ എറണാകുളം മെമുവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 ട്രെയിൻ വരിക. സാറ്റർഡേ ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. മെമു എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. അടിപൊളി ലോക്കൽ ട്രെയിനാണ് വന്നത്. മെമു ഒന്നുമല്ല, ലോക്കൽ ട്രെയിനാണ് വന്നത്. അപ്പോൾ ഒരു മിനിറ്റ് ഇവിടെ വണ്ടി ഇങ്ങനെ നിർത്തിയിടും. മെമു എന്ന് പറഞ്ഞാണ് വന്നത്. മെമു ഒന്നുമല്ല, ഇത് കണ്ടോ, സാധാ സ്പെഷ്യൽ ട്രെയിനാണ് പറഞ്ഞത്. അപ്പോൾ ഓൺ അടിച്ചിട്ടുണ്ട്, രക്ഷപ്പെടാം. ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു. നമ്മുടെ യാത്ര ശ്രീനഗറായിരുന്നു. പക്ഷേ ശ്രീനഗറിലെ പ്രശ്നം കാരണം യാത്ര നമ്മൾ റൂട്ട് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എറണാകുളത്ത് ജോയിൻ ചെയ്യും. 4 പേരാണ് വരാൻ പറഞ്ഞേക്കുന്നത്. എത്ര പേര് വരും എന്ന് കണ്ടറിയാം. എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അമരെ ഞാൻ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട്, വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ 6:30 ആകുമ്പോൾ എറണാകുളം റീച്ചാവും. ഏകദേശം 7:10 ട്രെയിൻ. മില്ലേനിയം എക്സ്പ്രസ്സാണ് ട്രെയിൻ. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ട്രെയിൻ യാത്ര നല്ല സുഖകരമായ യാത്രയാണ്. അപ്പോൾ നമ്മുടെ എറണാകുളം യാത്രയിൽ ട്രെയിനിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണുള്ളത്. ഓരോ കമ്പാർട്ട്മെൻറ്റിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത് നമ്മളിന്ന് പോകുന്ന ട്രെയിനാണ്. എറണാകുളം നിന്ന് കാസർഗോഡ് നിസാമുദ്ദീൻ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഞാനിത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ കണ്ടതാണ്. അവിടെ നിന്ന് പതുക്കെ കഴുകി തുടച്ച് അടിപൊളിയാക്കി. കണ്ടോ, എറണാകുളം കാസർഗോഡ് നിസാമുദ്ദീൻ ട്രെയിനാണ് കേട്ടോ. അപ്പോൾ നല്ല ഫസ്റ്റായിട്ട് കഴുകി തുടച്ച് സൂപ്പറായിട്ട് നമ്മുടെ ട്രാക്കിൽ കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ സൗത്തിലോട്ടാണ് പോകുന്നത്, നോർത്തിൽ നിന്ന്. 2 ട്രെയിൻ ഒരേപോലെയാണ് പോവാം. ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ മെമു എന്ന് പറഞ്ഞ് വന്ന സ്പെഷ്യൽ ട്രെയിനിലാണ്. അതിന് ഓപ്പോസിറ്റ് ഉള്ളത് നമ്മളിന്ന് പോകേണ്ട 7:10 പോകേണ്ട മില്ലേനിയം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ്. എറണാകുളം കാസർഗോഡ് നിസാമുദ്ദീൻ 3 ടയർ AC ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. B5 ആണ് കൂപ്പ. ഇത് B2 ആണ് ഈ കാണുന്നത്. B2 ആണ്. ഈ കാണുന്നത് B3 ആണ്. നമ്മൾ B5 പോകുന്നത്. നല്ല അടിപൊളി ട്രെയിനാണ്. ബാക്കി നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ എറണാകുളം സൗത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എറണാകുളം ജംഗ്ഷൻ എന്ന് പറയും സൗത്ത്. നമുക്ക് പോകേണ്ട ട്രെയിൻ ഓൾറെഡി നമ്മുടെ കൂടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ട്രെയിൻ. അത് 7:10 എടുക്കുന്നത്. അപ്പോൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വന്നിരുന്നത്. ഇനിയിപ്പോൾ നമുക്കത് പോയി ഒന്ന് പ്രാർത്ഥിക്കാനുണ്ട്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് റെഡിയായി. നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്തുമെന്നാണ് പറയുന്നത്. അവരെയൊക്കെ ഒന്ന് വിളിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് യാത്രയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര തുടങ്ങാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് B5 ആണ്. ഇതാണ് നമ്മുടെ B5 കോച്ച്. 3ാമത്തെ പ്ലാറ്റ്ഫോമാണ്. എറണാകുളം കാസർഗോഡ് നിസാമുദ്ദീൻ മില്ലേനിയം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. നമുക്ക് ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഞങ്ങൾ 4 പേരാണ് യാത്ര ചെയ്യുന്നത്. 2 പേർ ഒന്നിച്ച് ഒരു B5ലും ബാക്കി 2 പേര് വേറെ കോച്ചിലുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 2ഉം 4ഉമാണ് സീറ്റ് കിട്ടിയത്. നല്ല കുഴപ്പമൊന്നുമില്ല. AC വൃത്തിയാണ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബാക്കി അതിലെ സ്ലീപ്പർ കോച്ചുകളാണ്. എസ് എന്ന് പറയുന്നത് സ്ലീപ്പർ കോച്ചുകളാണ്. അങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ നമ്മുടെ രാത്രി വിശേഷങ്ങളുമായി കാണാം. ഇതാണ് നമ്മുടെ സീറ്റ് നമ്പർ 2. അത് ലോവറാണ്. പിന്നെ സീറ്റ് നമ്പർ 4 അത് മിഡിലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അലോ ചെയ്തേക്കുന്ന ക്യാബിൻ. AC എല്ലാം ഓണാണ്. സമയം ഏകദേശം 6:45 ആയതേ ഉള്ളൂ.
അപ്പോഴേക്കും വണ്ടിയുടെ AC എല്ലാം ഓക്കെയാണ്, നല്ല കൂളിംഗ് എല്ലാം ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒരു കമ്പാർട്ട്മെൻറ്റിൽ 6 പേരാണ് 3 ടയറിൽ വരിക. അപ്പോൾ ഇങ്ങനെ ആളൊക്കെ കുറവാണ്, ആൾ കയറി വരുന്നേ ഉള്ളൂ. ടോയ്ലറ്റൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ സമയം ഏകദേശം 9:30 ഇപ്പോഴാണ് ഉറങ്ങി എണീറ്റത്. നമ്മൾ ആന്ധ്രയിലെത്തിയിട്ടുണ്ട്. ഗുണ്ടൂരെന്ന് വിളിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്. ഗുണ്ടൂർ ആന്ധ്രയാണ് എത്തിയിരിക്കുന്നത്. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു, ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു, ഇഡ്ഡലിയും വടയുമാണ് കഴിച്ചത്. ഇനിയിപ്പോൾ വിജയവാഡ വഴി ഇതിങ്ങനെ പോവുകയാണ് ട്രെയിൻ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലിയും ഒരു വടയും സാമ്പാറും. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ആർമിയുണ്ട്. നമ്മളൊരു ആർമിക്കാരൻ, എന്തൊരു ആർമിക്കാരനാണ്. അവൻ്റെ ഫ്രണ്ട് മേളിൽ ഉറങ്ങുന്നുണ്ട്. അവർ രണ്ടുപേരും രാജസ്ഥാൻ ബോർഡറുകാരാണ്. നമസ്കാരം വെച്ചിട്ടുണ്ട്. അവൻ ഞങ്ങളിപ്പോൾ കാശ്മീരിലെ കാര്യങ്ങൾക്ക്, ഇതൊരു വേറൊരു പാർട്ടിയാണ്. നമ്മളിപ്പോൾ ഒരു ആർമിക്കാരാണ്. അപ്പോൾ ഞങ്ങൾ കാശ്മീരിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ധൈര്യത്തിന് പോരെന്നാണ് അവർ പറയുന്നത്. അവൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷ് ഞങ്ങൾക്ക് തന്നായിരുന്നു. ആർമിക്കാരൻ്റെ സ്പെഷ്യൽ ഡിഷ് ഈ മഞ്ഞളിൽ മുക്കിയ ഡ്രൈ ഫ്രൂട്ട്സ്, മഞ്ഞളിലിട്ട് അവരെല്ലാം കഴിക്കുന്നതാണ് ആർമിക്കാർ. അടിപൊളി. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ കാഴ്ചകളൊന്നും കാണാനില്ല. അപ്പോൾ അതങ്ങനെ പോകുന്നു. അപ്പോൾ ഏകദേശം 2 മണിയായി. കറക്റ്റ് ഷാർപ്പ് ടൈമാണ്. നമ്മൾ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇച്ചിരി ഫ്രൂട്ട്സ് മേടിക്കണം. അവിടെ ഒരാൾ പഴം വിൽക്കുന്നുണ്ട്. ഇച്ചിരി ഫ്രൂട്ട്സ് മേടിക്കണം. അവിടെ ഒരു ഷോപ്പ് കൊണ്ടുപോയി നോക്കാം. വിജയവാഡ റെയിൽവേ സ്റ്റേഷനാണ്. 10 മിനിറ്റ് ഹോൾട്ടിംഗ് ഉണ്ട്. ട്രെയിനിൻ്റെ ഇൻസൈഡ് ക്ലീനിങ് എന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. അപ്പോൾ നമ്മളിവിടെ പഴം മേടിക്കാൻ പോവാം. 7 പഴം 50 രൂപ. കിലോ കണക്കൊന്നുമല്ല, 7 പഴം 50 രൂപ. നല്ല ഫ്രഷ് ഉണ്ട്, മറ്റേതും ഉണ്ട്. ഫ്രഷ് മേടിച്ചാൽ മതി കേട്ടോ. പോയി 7 എണ്ണം 50 രൂപ. നമ്മളപ്പോൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രസിദ്ധമായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു ട്രെയിനിൽ കിടന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്തിരുന്നത്. ഇവിടെ കഴിക്കാനൊക്കെ ഇഷ്ടം പോലെ, ഇനിയിപ്പം ഡൽഹി അടുക്കുന്നതോറും കഴിക്കാനൊക്കെ ഇഷ്ടം പോലെ മധുരമുള്ള ഡിഷസ് ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ അടുത്ത 2-3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഏകദേശം ഡൽഹിയിൽ എത്തിച്ചേരും. ഇതെല്ലാം നല്ല മധുരമുള്ള ഐറ്റംസാണ്. നമ്മുടെ കൽക്കണ്ടം പോലെ ഇരിക്കും. നല്ല ഇവിടുത്തെ മധുരമുള്ള സാധനങ്ങളാണ്. ഇവിടുത്തെ ലോക്കൽ ഡിഷസാണിത്. നമ്മുടെ നാട്ടിലെ പോലത്തെ സാൻഡ്വിച്ചും ബർഗറൊക്കെയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെയും കുറേ ഡിഷസ് ഇരിപ്പുണ്ട്. ഓരോ നാട്ടിലും അവരുടേതായ തനതായ ഡിഷസ് എന്ന് പറഞ്ഞ പോലെ സാധനങ്ങൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എത്ര ഡിഷസ് കാണാൻ സാധിച്ചത്. ഇവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഷാർപ്പ് ടൈമിൽ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഷാർപ്പ് ടൈമാണ്, കറക്റ്റ് ടൈമാണ് വന്നത്. ഇവനാണ് പാൻഡ്രിവാല ആദ്മി. ഇവൻ അടിപൊളിയായിരുന്നു. നമുക്ക് കമ്പനിയെല്ലാം തന്നു വന്നു. അടിപൊളി. അപ്പോൾ നമ്മൾ എസ്കലേറ്റർ ഇവിടെ ഇല്ല, സ്റ്റെപ്പ് വഴി കയറണം. സ്റ്റെപ്പ് വഴി കയറി എക്സിറ്റ് മെട്രോയിലോട്ട് വേണം പോകാൻ. മെട്രോ കയറി ഞങ്ങൾ അടുത്ത വണ്ടി പിടിക്കണം. ഓക്കെ, നല്ല തിരക്കുണ്ട്. നമ്മൾ ഡൽഹി മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മെട്രോ കയറിയിട്ട് വേണം അടുത്ത യാത്ര. 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ ഇനി കാശ്മീരി ഗേറ്റിലോട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് ഒരു വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങി ചേഞ്ച് ചെയ്തിട്ട് വേണം കയറാൻ. ഓക്കെ, നമ്മളിപ്പോൾ ഡൽഹി മെട്രോയിലാണ്. ഡൽഹി മെട്രോയിൽ കയറി ലജ്പത് നഗർ ഇറങ്ങണം. അവിടുന്ന് കാശ്മീരി ഗേറ്റ് പോകാൻ അടുത്ത ട്രെയിൻ നോക്കണം. ഓക്കെ, അടുത്ത മെട്രോ പിടിക്കണം. ഞങ്ങളിങ്ങനെ എക്സിറ്റ് തപ്പി നടക്കുക. ഇതെന്തോ എവിടെ ഒന്ന് പെട്ടതുപോലെ ആയിപ്പോയി. നമുക്കിപ്പോൾ കാശ്മീരി ഗേറ്റിലോട്ട് ഇറങ്ങണം. അപ്പോൾ ഞങ്ങളവിടെ എത്തി. എക്സിറ്റ് 7 വരെ ഇറങ്ങേണ്ടത്. ഇവിടെ 1 തൊട്ട് 8 വരെ എക്സിറ്റ് ഉണ്ട്. അത് മര്യാദയ്ക്ക് നോക്കി സൈൻ നോക്കി പോയി ഇറങ്ങിയില്ലെങ്കിൽ എവിടെ എത്താമെന്ന് പോലും അറിയില്ല. അപ്പോൾ നോക്കി വേണം. ഡൽഹി മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ നോക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് സിംഗ് ബസ്
ാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ 28 വരാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഓരോ സ്റ്റോപ്പും നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഞങ്ങൾക്ക് INA-യിലാണ് ഇറങ്ങേണ്ടത്. INA ഇറങ്ങിയിട്ട് മാറി കയറണം. നല്ല അടിപൊളി, നല്ല ഇഷ്ടം പോലെ യാത്രക്കാരിവിടെ മെട്രോ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല സെറ്റപ്പ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മെട്രോ. ഞാനൊരു എക്സ്കലേറ്ററിൻ്റെ ഹൈറ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നത്തങ്ങനെ മേളിൽ കയറുന്ന പോലെയാണ്. നല്ല ഹൈറ്റാണ്. ഞാനിത് മുമ്പ് കൊച്ചി എയർപോർട്ടിൽ കൊച്ചിൻ എയർപോർട്ടിൽ ഇത് കണ്ടിട്ടുണ്ട്. കൊന്നത്തങ്ങ് പോലെയാണ് കേട്ടോ. എന്നാ ഹൈറ്റിലാണ് കയറി പോകണമെന്നറിയോ? ഭയാനകം കേട്ടോ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നുണ്ട് ഒരാൾ. ഭയാനകമായ എസ്കലേറ്റർ, സൂപ്പർ. അപ്പോൾ നമ്മൾ കാശ്മീരി ഗേറ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൂട്ട് മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് മണാലിക്കുള്ള. അപ്പോൾ ബസ്സിൽ കയറുക, ബാക്കി വിശേഷങ്ങൾ നോക്കാം.